500 റുപ്യ എന്ന് പറയുന്നത്, 500 റുപ്യ. അടിപൊളി ഫിഷ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സംഭവം നമ്മൾ കടന്നിറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടുകാരനും എൻ്റെ ബന്ധുവും കൂടിയായ നമ്മളെ മൈദിൻഖാൻ്റെ ഈ ഏരിയൻ്റെ സ്ഥലം ഹനുമന്ത് നഗറിൻ്റെ വെട്ടൂര് KR മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുണ്ട്. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ പറ്റില്ല അത്രയേ ഉള്ളൂ അല്ലേ? നമ്മുടെ സ്നേഹിതന്മാർക്കൊക്കെ വന്ന് ഇവരെ കടേൻ്റെ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് നല്ല സേഫ്റ്റി ആയിരുന്നു. അതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നലെ ഇവിടെ നല്ല സുഖമായി കടന്നിറങ്ങി, ബാത്റൂമും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ പുറപ്പെടാല്ലേ? നമ്മളിവിടുന്ന് പോകാൻ അങ്ങനെ നമ്മളൊരു മോർണിംഗിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇളക്കി നാഷണൽ പാർക്കിലേക്ക് പോകേണ്ട വഴിയായിരുന്നു. വഴിയിലെത്തുമ്പോൾ ലൊക്കേഷൻ ശരിക്കൊന്ന് നോക്കുമ്പോൾ ആണ് മനസ്സിലായത് ഇന്ന് ലീവാണെന്ന്. ഇന്ന് നാഷണൽ പാർക്ക് ചൊവ്വാഴ്ച ക്ലോസ് ആണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പുറത്ത് നല്ല കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇഷ്ടംപോലെ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ. കമ്പിളി പതപ്പ് ഉണ്ട്. कितना है? कितना? 850 पूरा 950 850 750 ऐसा. ये कमती है ना? ये किधर से बनाता है? दिल्ली से आता है. हाँ, പഴമുണ്ട്. പഴം कितना किलो? 40. ये देखो तो कितना हो रहा है. അടിപൊളി കപ്പൊക്കെ ഉണ്ട്. ये कितना है? 100. अच्छा वाला नहीं है. अच्छा वाला है दूसरा. हाँ, थोड़ा अच्छा वाला है वो इसका. नहीं मेरा पुराना वाला है. ओप्पो नहीं ये नहीं, दूसरा है मेरे को मालूम है. ऐसा वाला नहीं है सही में. ब्लू कलर का 200 इधर है. अच्छा, इसकी कितना है? 200. लास्ट कितना दिएगा? 180. ये 100 दिएगा. मैं नहीं आएगा 100 में. वही है. ओ 100 में नहीं हो, कमती पैसा है. नहीं सर, वो अच्छा क्वालिटी. इसको 100 दिएगा? नहीं सर, 150 में देगा. हाँ भाई, नेशनल पार्क आज क्लॉस है. आज क्लॉस है. वो उसके ऊपर कैसे जाएगा? रास्ता होगा सर. उधर से रास्ता है, गाड़ी जाएगा. कंफर्म नहीं वाले, मगर रास्ता इधर से. एक इधर से. हाँ, एक ये राइट से. ഇവിടെ അടിപൊളി ലേഡീസിൻ്റെ ഇതുണ്ട്. ഏതെടുത്താലും 10 രൂപ. ഇവിടെ ചെറിയ മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ് ഉണ്ട്. മത്സ്യം പടക്കം. क्या है?
अरे ये कामन कर पाए चंदा है वो तलापिया है कामन कर ये जल्दी नहीं मर जाएगा नहीं नहीं हाँ। काम को रुकेगा हाँ वो चंदा रुकेगा इसे पानी डाले थोड़ा थोड़ा डालेगा हाँ चंदा मिलेगा शाम को 8 बजे रुकेगा हाँ ये पूरा मर जाएगा ये कितना है 200 किलो नहीं 1 കിലോ 200 ഇവിടെ അധികം കളിക്കുന്നില്ല കൊറോണ ബാംഗ്ലൂര് മാസ്ക് നിർബന്ധമാണ് മാസ്ക് ഇല്ലെങ്കിൽ പോലീസുകാർ ഏത് ബൈക്കൂട്ടിയാണ് വരുന്നതെന്ന് അറിയാൻ കഴിയില്ല പോലീസുകാരൊന്നും കണ്ടാൽ തിരിയില്ല പോലീസുകാർ ബൈക്കിലും അങ്ങനെയല്ല വരത്ത് പോലീസിൻ്റെ വേഷത്തിലൊന്നല്ല ഏതായാലും മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ചിട്ട് മൃഗശാലയിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ന് മൃഗശാല അവധിയാണ് പോകുന്ന വഴിക്ക് എനിക്ക് പിന്നെ തിരിച്ച് പോക്കേ രക്ഷയുള്ളൂ തിരിച്ച് പോകുമ്പോഴാണ് ഞാനൊരു വേറൊരു കോവിൽ കണ്ടത് ഏതായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അതിൻ്റെ അപ്പുറം ഒരു മലകളെല്ലാം ഉണ്ട് കോവിലും മലയെല്ലാം ഒന്ന് കയറി നോക്കാം ഏതായാലും ഇങ്ങോട്ട് വന്നതല്ലേ ഇതാണ് കോവിലിൻ്റെ കവാടം ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല സെക്യൂരിറ്റി ക്യാമറ എല്ലാം കാണുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലോട്ട് മലേൻ്റെ മുകളിൽ കയറാൻ പറ്റും നോക്കട്ടെ ഏതായാലും उसको ऊपर कैसे जाएगा ऐसे जाना ഒരുത്തനെ ഇങ്ങോട്ട് വിട്ടതാണ് ഓന് കാവിലേക്ക് അതായത് കോവിലേക്ക് കാണണം എന്നല്ല പറഞ്ഞിട്ട് ഓൻ ഏതോ വൈക്ക് പോയിന് ഞാൻ വിചാരിച്ചത് വേറെ ഒരു മൊബൈലും പിടിച്ചെടുത്തനാണ് എനിക്ക് മനസ്സിലായില്ല ബിജു അല്ലെ തൊപ്പി മാസ്ക് ഇതെല്ലാം ഫുള്ള് മാറ്റം സൗട്ട്സർ സഡ്ഡി ഇതെല്ലാം കണ്ടിട്ട് ഞാനേതായാലും ആ മല കണ്ട ആവേശത്തിൽ അങ്ങോട്ട് കയറാൻ തീരുമാനിച്ചു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത്ര വരെ എത്ര മണിക്കൂർ എത്ര ഓടി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് 25 കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ ഇത് കാണാൻ പറ്റിയില്ല മൃഗശാല ഏതായാലും ഇവിടെ കുറച്ച് കുരങ്ങനെല്ലാം കാണുന്നുണ്ട് അതും മൃഗാന്നല്ല ഏതായാലും മുകളിലേക്ക് കയറട്ടെ അതാ ചെറിയ വഴി ആണ് വണ്ടി കയറുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയ വഴി സെപ്പറേറ്റ് കൊടുത്തിന് നീ മുകളിലിരുന്നില്ല ചാവി പക്കടോ ബിജു ഏതായാലും കുന്നുകയറി വരുന്നില്ല എന്നാണ് വെയിലത്ത് ഏതായാലും പാടുന്നില്ല വാ ബിജു നീ വരുന്നില്ല ആടാ ഞാൻ ഏതായാലും കയറി വരട്ടെ നീ അടുക്ക് ഇവിടെ പാറക്കല്ല് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പെല്ലാം ഫുള്ള് പാറക്കല്ലുണ്ട് വീണ്ടും മല കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഫുള്ള് മലേൻ്റെ സംഭവമായിരിക്കും കണ്ടത് വീണ്ടും ഇപ്പുറത്തൊരു മല കയറി നോക്കട്ടെ മുകളിൽ കയറുമ്പോൾ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് ഏത് സംഭവത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത നല്ല വ്യൂ കാണാൻ പറ്റും ഇപ്പുറം നോക്ക് വലിയ പാറ ബാംഗ്ലൂർ മൊത്തം കാണുന്നുണ്ടല്ലോ നല്ല നടപ്പാതെയും സെറ്റപ്പെല്ലാം ഉണ്ടാക്കി വെച്ചിന് കയറാൻ വേണ്ടി ഏകദേശം കുന്നിൻ്റെ മുകളിൽ കയറിയെത്തി കുന്നിൻ്റെ മുകളിൽ കയറി എത്തുമ്പോൾ തന്നെ ബാംഗ്ലൂരിൻ്റെ ഏകദേശം മാപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട് ഫുള്ള് പാറനെ കൊണ്ടാണ് പരിപാടി ഇഷ്ടംപോലെ പാറയുണ്ടല്ലോ അതുകൊണ്ട് പാറനെ കൊണ്ടാണ് പരിപാടി
ഇവിടെ എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിൻ്റെ മുകളിലും നോക്കിയാൽ ഒരു വീട്ടിൻ്റെ മുകളിൽ പോലും 1, 2, 3 വീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാ വീട്ടിൻ്റെ മുകളിൽ ഇതേപോലത്തെ ടാങ്കാണ് കേട്ടോ. മഞ്ഞ ടാങ്ക്. അതാണ് മഞ്ഞക്കൊരു പ്രത്യേകത. ഏകദേശം വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലെത്തി. ആൾക്കാരിലെ കുറവാണ് കേട്ടോ, ആൾക്കാരിലെ കമ്മിയാണ്. ബാംഗ്ലൂരിൽ കാണാൻ വേണ്ടി കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേങ്കിൽ കുറേ സ്ഥലത്ത് ക്ലോസ് ആണ് കൊറോണൻ്റെ കാരണം. പിന്നെ കുറേ സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ബാംഗ്ലൂർ സിറ്റിയിലധികം കറങ്ങുന്നത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ വേഗം ഹൈദരാബാദ് റോഡിന് കയറാൻ പോവാണ്. അങ്ങനെ താഴെ ഒരു പൊട്ട ബസ് വിളിച്ചുകൊണ്ട് പോകുന്ന കാണുന്നില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മലേൻ്റെ മുകളിലുള്ള വ്യൂ പോയിൻ്റ് തന്നെ ഉള്ളത്. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. ഏതായാലും താലോട്ടിറങ്ങാം. ഓ, ഇവിടെ ചൂണ്ടിയിടുകയാണെടാ. പൊട്ടി പോവാ, ഇതിൻ്റെ മുകളിൽ കൂടെ പൊട്ടി പോവാ ബിജു. വാ, നല്ലൊരു തടാകം. അവിടുന്ന് 2 ആൾ ചൂണ്ടിയിടുന്നുണ്ട്. പേര് വീണു പോവാ, അടച്ചവനെ കേൾക്കണ്ട. ഓഹോ, ഭയങ്കര തണുപ്പുണ്ട് വെള്ളത്തിന്. ഓ, ഇവിടത്തേക്കാണ് വെള്ളം വീഴുന്നത്. നമസ്കാരം. ഫിഷ് എടാ, സ്മോൾ അതല്ല. നോ ഈറ്റിംഗ്. കടച്ചാ ഫിഷ് ഇതരാ. മത്സ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതോ ഫിഷ് എന്താ ഇൻസൈഡ്? No. Wow. വലിയ ഫിഷാണ് കേട്ടാ. ലിജോ, ಇಪ್ಪಡಿ ಮೇಲೆ ಕೊಡುತ್ತೆ. ಹೌ ಮಚ್ 500. 500 റുപ്യ എന്ന് പറയുന്നത്. 500 റുപ്യ. അടിപൊളി ഫിഷ്. ലിജോ, താങ്ക് യു. എടുത്ത് പുറത്തിടുന്നില്ല, പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. This one fish eating. Okay, thank you.
हाँ मछली है, बड़ा वाला है। बेच रहा है क्या? बेचते हो 500 बोलता है। हाँ बड़ा वाला है। 1 kg नहीं देगा। 2 पीस है बड़ा वाला। 1 kg का ऊपर है। അവർ മത്സ്യം മേടിക്കാൻ പോകുന്നതാന്ന് തോന്നുന്നു. അത് 500 റുപ്യ പറയും 2 മത്സ്യത്തിന്. ഏകദേശം 4-5 കിലോമീറ്റർ തോന്നുന്നു 2 മത്സ്യം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹൈദരാബാദിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ടൗണിൽ ഭയങ്കര റഷാണ് കൂടുതൽ. അതുകൊണ്ട് ടൗണിൽ നിന്ന് അധികം കറങ്ങി കളിച്ചിട്ട്, കാരണം പോലീസും അധികം ഇങ്ങനെ കറങ്ങി കളിക്കണം. അതുകൊണ്ട് നേരെ ഹൈദരാബാദിലേക്ക് പിടിക്കാൻ തീരുമാനിച്ചു. ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിക്കാണ് നന്ദി ഹിൽസ്. ലൊക്കേഷൻ നോക്കുമ്പോൾ അങ്ങനെ കണ്ടത്. നമ്മൾ നേരെ നന്ദി ഹിൽസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നന്ദി ഹിൽസിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ രാത്രിയായി ഏകദേശം. എന്നാണ് വേക്കെന്ന് കയറിയത്. അങ്ങനെ രാത്രിയായി ഏകദേശം. നമ്മളേതായാലും ഇവിടെ ഒരു സൈഡിൽ വെച്ച് വണ്ടി ഇവിടെ സ്റ്റേ ആക്കാൻ തീരുമാനിച്ച് രാവിലെ നമ്മൾ നന്ദി ഹിൽസിൽ പോകും. അതിനുശേഷം നേരെ ഹൈദരാബാദ് പിടിക്കും. കാരണം ബാംഗ്ലൂരും മൈസൂരും കാഴ്ചകളെല്ലാം അധികം മലയാളീസ് കണ്ട കാഴ്ചകളായതുകൊണ്ട് നമ്മൾ അധികം അവിടെ കറങ്ങി ഇതാക്കുന്നില്ല. നല്ല പുതിയ പുതിയ കാഴ്ചകളുണ്ടല്ലോ ഹൈദരാബാദിലല്ലോ. അങ്ങനെ നേരെ ഹൈദരാബാദിലേക്ക് പിടിക്കാൻ തീരുമാനിച്ചു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കമന്റിലെല്ലാം കുറച്ച് ഉഷാറാക്കാൻ വേണ്ടി. ഉഷാറാക്കാൻ അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, എൻ്റെ സംസാരത്തിലെല്ലാം കുറച്ച് ഇതുണ്ട്. അത് ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല വീഡിയോ ആയി വരുന്നവരെ